അന്നാ ദൂരക്കള നടന്നോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സ്വാഗതം. അപ്പോൾ നമ്മളിതാ പുഴയിലൊക്കെ ഒന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ അമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ തൊടുപുഴയിലാണ് കേട്ടോ സ്ഥലം. അപ്പോൾ നമ്മുടെ കുഞ്ഞിലൊക്കെ നമ്മൾ പുഴയിലൊക്കെ വന്ന് കുളിച്ചിട്ടുണ്ട്. വലുതായതിന് ശേഷം നമ്മൾ അങ്ങനെ പുഴയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വരുമ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് കുളിച്ചുകൊണ്ടിരുന്ന പുഴയാണ് കേട്ടോ ഇത്. ഇപ്പം നമുക്ക് നല്ല വേനലൊക്കെ അല്ലേ, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെള്ളത്തിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോയിട്ടോ. അതാ ഒരു ചെറിയ പാമ്പിൻ്റെ പടമാണേ. അപ്പം വലിയൊരു പാമ്പിൻ്റെ പടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാനത് കണ്ടപ്പോഴത്തേക്കിന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാ ഞാനങ്ങനെ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇതാ ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ. ആ പുഴയുടെ അപ്പുറത്ത് കാണുന്നത് നടുക്ക് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് കാടാണ് കേട്ടോ. വലിയ കൂപ്പാണ്. കൂപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വീടുകളുമാണ് കേട്ടോ. ഇതാ അങ്ങ് അക്കരെ കാണുന്നത്. ഇപ്പം മഴ കുറവായതുകൊണ്ടാണ് കേട്ടോ വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ ആ പാറക്കല്ലൊക്കെ ഇങ്ങനെ മൂടി ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. ഇപ്പം മഴ കുറവായതുകൊണ്ടാണ് വെള്ളം കുറവായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ കുളിക്കാൻ പുഴയിൽ വന്നപ്പോഴത്തേക്കിന് കുറച്ച് മാറി താഴെ കുറേ ആൾക്കാർ പിള്ളേരാണ് കേട്ടോ. അവർ മീൻ പിടിക്കുകയും വലയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അവർ മീൻ പിടിക്കുകയും കുളിക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുഴയിലെത്തിയിട്ട് ഞാൻ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടെയുള്ള പിള്ളേരുടെയൊക്കെ എടുത്ത് പറഞ്ഞിങ്ങനെ തുണി അലക്കുകയും ഒക്കെയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളിങ്ങനെ വന്ന് കുറേ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നാണ് കേട്ടോ ഞാൻ നീന്തലൊക്കെ പഠിച്ചത്. കുഞ്ഞിലെ ഇവിടെ വന്ന് കുറച്ചൊക്കെ നീന്താനൊക്കെ പഠിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇത്തവണ വരുമ്പം നീന്തണം എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അങ്ങനെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കരികിൽ കിടപ്പുണ്ടായിരുന്നേ. അതെല്ലാം ഇങ്ങനെ അടിച്ച് തീ ഇടുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ഷാമികയും കൂടെ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക. ഷാമികയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം കണ്ടപ്പോഴത്തേക്കിനും പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നീന്തണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.